സോ ഇതിൻ്റെ റെഫറൻസ് കാണിക്കാനുള്ള എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടാത്തത് കൊണ്ട് ഏറ്റവും അധികം റെഫറൻസ് ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ പിൻട്രസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും. ഡയബിളിൽ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ആ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷനിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഈ ഒരു സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടും കസ്റ്റമൈസേഷൻ ചെയ്യുന്ന ബൊട്ടീക്സിലും ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഷോപ്പുകളിലും വരുന്ന കസ്റ്റമേഴ്സ് ഏറ്റവും അധികം റെഫറൻസ് ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ പിൻട്രസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും. സോ ഈ വരുന്ന സീസൺസ് ഇനി വിഷു അതേപോലെ തന്നെ ഈസ്റ്റർ ആണ്. ഇത് കൂടാതെ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന ഒരുപാട് ഫംഗ്ഷൻസും വരും. സോ ഇതിനെല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഫാബ്രിക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്കേർട്ട്, ബോട്ടം, അതേപോലെ തന്നെ ടോപ്പ്, സാരി, ഇതെല്ലാം റെഫറൻസ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ പിൻട്രസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുന്ന ആ ഒരു ഫാബ്രിക്സ് നമ്മുടെ ഡയബിൾ കളക്ഷനിൽ നിന്ന് ചൂസ് ചെയ്തെടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 8 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ ഇതിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ഡയബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൈ ചെയ്ത് ഇഷ്ടമുള്ള കളേഴ്സിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ചൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക് ബേസ് എന്ന് പറയുന്നത് ചന്തേരി, അതേപോലെ തന്നെ ഓർഗൻസ, ജോർജറ്റ്, ബ്രൊക്കേഡ് എന്നുള്ള കളക്ഷൻസാണ് വരുന്നത്. ഇത് കൂടാതെ ബനാറസിയിൽ വന്നിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്, സെറിയുടെ വീവിംഗ് ഉണ്ട്, ചിക്കൻകാരിയുടെ ത്രെഡ് എംബ്രോയിഡറി ഉണ്ട്, സീക്വൻസിൻ്റെ ഒരു കോമ്പിനേഷൻ എല്ലാം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡിസൈൻസ് എല്ലാം കുറച്ച് ട്രെൻഡി ആയിട്ടും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഇതിൽ കാണിക്കാനായിട്ട് പറ്റും. സോ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫാബ്രിക്കിൽ നിന്ന് നമുക്കത് സോർട്ട് ചെയ്തിട്ട് എങ്ങനെ പെയർ ചെയ്തെടുക്കാം എന്നുള്ളത് റെഫറൻസോട് കൂടി തന്നെ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് റെഫറൻസിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ആ ഒരു കോഡ് സെറ്റിൻ്റെ പെയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ബ്രൊക്കേഡ് ഫാബ്രിക്സ് ആണ്. ഗോൾഡ് സെറിയുടെ ആ ഒരു വീവിങ് വരും. ഡയബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറിൽ നമുക്കിത് ഡൈ ചെയ്തെടുക്കാം. ഇതിന് പെയർ ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ ഡോള സിൽക്കിൻ്റെ ബേസിൽ വന്നിട്ടുള്ള ഗോൾഡ് സെറിയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സാരി ആയിട്ടും സരാറ പോലത്തെ ആ ഒരു ബോട്ടത്തിന് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു ട്രഡീഷണൽ ലുക്ക് വിത്ത് ട്രെൻഡി ആണെങ്കിൽ ഈ ഒരു കോഡ് സെറ്റിൻ്റെ കൂടെ നമുക്ക് ഇതൊരു സ്കേർട്ടായിട്ടും ദുപ്പട്ടയായിട്ടും പെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ബ്രൈഡ്സിനും അതേപോലെ തന്നെ ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ചിക്കൻകാരി. സോ സീക്വൻസിൻ്റെ കോമ്പിനേഷൻ ആണ് കൊടുക്കുന്നത്. ഇത് വന്നിട്ടുള്ളത് ജോർജറ്റ് ബേസിലാണ്. ഇതും കൂടെ നമുക്ക് പെയർ ചെയ്തതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ആ ഒരു ബ്ലൗസിന് കൊടുത്തിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ടും അതേപോലെ തന്നെ ഫുൾ സ്ലീവുള്ള പാറ്റേൺ നമുക്ക് ഇതിൽ പ്രിഫർ ചെയ്തിട്ട് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. എക്സ്ട്രാ ഹെവി വർക്ക് വേണ്ടവർക്ക് അതും ആഡ് ചെയ്യാം. കാരണം നമ്മൾ ചെറിയ സ്പേസോട് കൂടിയിട്ടാണ് സീക്വൻസിൻ്റെ വർക്ക് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാനൽ ഫാബ്രിക് ആണ് വരുന്നത്. സോ ഇത് നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷനിൽ വന്നിട്ടുള്ളതാണ്. ഇതേപോലെ സീക്വൻസിൻ്റെയും ത്രെഡിൻ്റെയും കോമ്പിനേഷൻ കൊടുക്കുന്നുണ്ട്. ഡയബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഡൈ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ പ്രീമിയം കളക്ഷനിൽ വന്നിട്ടുള്ള ചന്തേരി ഫാബ്രിക്സിലാണ്. സോ നമ്മളിതിലൊരു ഗോൾഡ് സെറിയുടെ വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയും കോമ്പിനേഷൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്രിസ്ത്യൻ ആൻഡ് ഹിന്ദു ബ്രൈഡ്സ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു ഫാബ്രിക് ആണ് നമ്മുടെ ഈ ഒരു ചന്തേരി. കാരണം ഇതിൻ്റെ ബേസ് വന്നിട്ടുള്ള ഈ ഒരു കളർ കോമ്പിനേഷൻസും സെറിയുടെ ആ ഒരു വീവിംഗ് ആണ് വരുന്നത്. നമുക്ക് ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ടൈമിൽ ഇതേപോലെ ഈ ഒരു കളറിലോട് കൂടി തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഫ്യൂച്ചറിൽ നമുക്കിത് ഡൈ ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ള ആ ഒരു അഡ്വാൻറ്റേജും കൂടി നമുക്ക് ഈ ഒരു ഫാബ്രിക്സിലുണ്ട്. സോ നമ്മളിപ്പോൾ റെഫറൻസിൽ എടുത്തിരിക്കുന്ന ആ ഫോട്ടോയ്ക്ക് സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഗൻസ ബേസിൽ ഡയബിളിൽ വന്നിട്ടുള്ള ചിക്കൻകാരിയോട് കൂടിയിട്ടുള്ള ആ ഒരു വർക്കാണ്. ഫില്ലിംഗ് ആയിട്ട് വരും. ഇതിൽ നമ്മൾ ആ ഒരു ബോർഡർ ഫിനിഷിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ റെഫറൻസ് കാണിക്കാനുള്ള എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇതെങ്ങനെ സ്റ്റൈൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഫില്ലിംഗ് ആയിട്ടുള്ള ചിക്കൻകാരി വർക്കും സീക്വൻസിൻ്റെ ആ ഒരു കോമ്പിനേഷനും കൂടെ തന്നെ 2 ബോർഡർ ഫിനിഷിങ്ങും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെൽഫ് സാരി ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഒരു പ്രീമിയം ക്ലാസ് ലുക്കാണ് നമുക്ക് ഇതിൽ തരിക. എന്നാൽ ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു സ്കേർട്ടായിട്ടും ഈ സ്കേർട്ടിൻ്റെ തന്നെ കോമ്പിനേഷനിലും അതേപോലെ തന്നെ ആ ഒരു ഷോളിൻ്റെ പാറ്റേണിലോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇതേപോലത്തെ ജോർജറ്റിലെ കളക്ഷനാണ്. സോ ഇത് നമുക്ക് ടോപ്പായിട്ട് ചെയ്യാം, അനാർക്കലി ചെയ്യാം. കാരണം സിമിലർ ആയിട്ടുള്ള ബോർഡർ ഫിനിഷിങ്ങും ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ കൊടുത്തിട്ടുള്ളത്. ഈ വന്നിട്ടുള്ളത് ഒരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ ഡയബിളിൽ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ആ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷനിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഈ ഒരു സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ ചൂസ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ഫാബ്രിക്സ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ ഡയബിൾ കളക്ഷൻസിൽ അവൈലബിൾ ആണ്. ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻസിൻ്റെ അപ്ഡേഷനും അതേപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം.